ന്യൂസ് 18. ദുരന്തമുഖത്തേക്ക് ഇങ്ങനെ നിരവധി സഹായങ്ങൾ എത്തിക്കുന്ന സഹൃദയരായ ഒരുപാട് ആളുകളുടെ കാഴ്ചയെ നമുക്ക് വയനാട്ടിൽ കാണാം. ഇതിനിടെ ദുരന്തത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ഇന്ന് 7ാം ദിവസം പുനരാരംഭിച്ചിട്ടുണ്ട്. വീടുകൾക്കുമേൽ 40 അടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും അടിഞ്ഞിരിക്കുന്നതാണ് തെരച്ചിലിന് വെല്ലുവിളിയാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ചൂരൽമല സ്കൂൾ, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലാണ് പരിശോധന തുടരുന്നത്. മിഥുൻ അവിടെയുണ്ട്. MG മിഥുൻ, പരിശോധന 7ാം ദിവസമാണ്. ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ അപ്പോഴും സാധ്യമായതെല്ലാം ചെയ്യണം. ഏറ്റവും അവസാനം വരെ വിവരങ്ങൾ ലഭ്യമാകുന്നത് വരെയുള്ള പരിശോധനകൾ ആവശ്യമാണ്. കാരണം ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അനവധി പരാതികളുണ്ട്. കാണാനില്ലാത്തവരുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ സങ്കടത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഏതൊക്കെ രീതിയിലാണ് പരിശോധന? ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ സാറിന്റെ നേതൃത്വത്തിലുള്ള വിശദമായ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നല്ലോ. രജിത്, തീർച്ചയായും ഇന്ന് 7ാം ദിവസം തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ NDRFന്റെ സംഘമൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചധികം ദൂരത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘങ്ങളുള്ളത്. ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും തന്നെ രാവിലെ ഈ മേഖലയിലേക്ക്, അതായത് ചൂരൽമല, ഒപ്പം തന്നെ ഈ വെള്ളാർമല അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് വ്യാപകമായ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത്. അവിടെ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമുക്ക് മറ്റ് പ്രതീക്ഷകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു തെരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ഈ 7ാം ദിവസം പുരോഗമിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ 67 പേരുടെ മൃതദേഹങ്ങൾ അത് തിരിച്ചറിയാൻ പറ്റിയില്ലായിരുന്നു. അത് മുഴുവനായി ഒരുമിച്ച് സംസ്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും തന്നെ അതിൽ 8 മൃതദേഹങ്ങളാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സംസ്കരിക്കാൻ രാത്രി ഒരു 10-10:30 അത് പുത്തുമലയിൽ, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിലുണ്ടായ അപകടമുണ്ടായ ആ മേഖലയിലാണ് ഈ ഒരു മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് രാത്രി, അതായത് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് 1 മണിയോടുകൂടിയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി തിരികെ സംഘം മടങ്ങുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഈ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഈ ബെയിലി പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഇപ്പോൾ NDRF സംഘം അടക്കം ഉൾപ്പെടെയുള്ളവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. രഞ്ജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറെടുത്തിരിക്കുന്നു. ഈ മേഖലകളിൽ, അതായത് ഇനി ഈ ഭാഗങ്ങളിൽ, അതായത് ഈ ഉറ്റവരും ഒക്കെ പറയുന്ന പോലെ തന്നെ അവർ പറയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരുടെ വീടുകൾ നിന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് കണ്ടെത്താനാകുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇനി ഉള്ളത് ചൂരൽമല മേഖലയും ഒപ്പം തന്നെ വെള്ളാർമല വില്ലേജ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അവിടെ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്താൻ പോകുന്നത്. 7ാം ദിവസം നടത്താൻ പോവുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ കാണുന്നത് ആ ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇതുവഴിയാണ് മുണ്ടക്കൈയിലേക്ക് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നത്. നേരത്തെ ഇവിടെ ഇന്ന് മുതൽ നിയന്ത്രണമുണ്ട് ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. കാരണം കൂടുതൽ പ്രാധാന്യം നൽകുക ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയാണെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ബന്ധുക്കളെ ആയിരിക്കും കൂടുതലായി കടത്തിവിടുക. മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിരവധി ആളുകൾ ഇതിപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വരാനായി എത്തുന്നുണ്ട് വയനാട്ടിലേക്ക് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. മിഥുൻ, അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. ബെയിലി പാലത്തിന് സമീപമാണ് മിഥുനുള്ളതെന്നറിയാം. അവിടെ ഒരുപാട് ആളുകളെയും, തടിച്ചുകൂടി നിൽക്കുന്ന ഒരുപാട് ആളുകളെയും കാണാം. മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണോ ഇന്നും തുടരുക? ഒപ്പം ഈ ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നതിനുള്ള നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് വേലിപ്പാലത്തിലൂടെ ആളുകളെ കയറ്റിവിടുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ, അതായത് ഈ ആംബുലൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ വേണ്ടിയിട്ടുള്ള ആ വാഹനങ്ങൾക്ക് മാത്രം നിജപ്പെടുത്തിയിട്ടുണ്ട്. 25ഓളം ആംബുലൻസുകൾ മാത്രം മതി ഈ മേഖലകളിലേക്കെന്ന് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. ഏകദേശം ഈ ഭാഗത്തേക്ക്, അതായത് പുത്തുമല ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ അവിടെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞ് അതിനുശേഷമാണ് അവിടെ നിന്ന്
മറ്റ് മാർഗങ്ങളിലൂടെ, അതായത് NDRF അടക്കമുള്ള സംഘങ്ങളെ അവിടെ നിന്ന് കയറ്റിവിടുന്നത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള KSRTC ബസ്സുകളിലാണ്. മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇതിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പോൾ തന്നെ ജനങ്ങളെ പോലും, അതായത് മറ്റുള്ള ജനങ്ങളെയൊക്കെ തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, കർശന നിയന്ത്രണമാണ്, ആരും ഇവിടേക്ക് വരേണ്ടതായിട്ടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ദുരന്തമുഖത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നേരത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ ഇനി തിരച്ചിൽ എന്നുള്ളത് പല മേഖലകളിൽ തിരിച്ചുകൊണ്ട്, അതായത് 3 സോണുകൾ തിരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്താനുള്ളൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ വെള്ളാർമല വില്ലേജിലെ പല ഭാഗങ്ങളുമുണ്ട്, അതെല്ലാം മണ്ണിനടിയിലാണ്. ഏകദേശം 40 അടിയോളം മണ്ണും ഒപ്പം തന്നെ ഈ കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെ പാറയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഈ ഒരു ദൌത്യത്തെ, ഈ ഒരു തെരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പരിശോധന ഇന്നും നടക്കും. ഒപ്പം തന്നെ കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലകൾ, അതായത് ഈ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ വീടുകൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാകില്ല എങ്കിൽ പോലും തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണുകൾ മാറ്റിയും ഒപ്പം തന്നെ പാറകൾ മാറ്റിയും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ ഒരു ദൌത്യം തുടരാനുള്ള അല്ലെങ്കിൽ തെരച്ചിൽ തുടരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഇനി നിലവിൽ കണക്ക് പ്രകാരം ഏകദേശം 180ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഒരു അനൌദ്യോഗിക കണക്ക് പ്രകാരം മന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്ത് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ റേഷൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും തന്നെ പക്ഷേ അതൊന്നും തന്നെ ഒരു കൃത്യമായ കണക്കുകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തായാലും നിലവിൽ ഒരു 180 മുതൽ 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് സർക്കാർ വൃത്തങ്ങൾ പോവുകയും ചെയ്യുന്നു. അവർ എവിടെയാണുള്ളത്, ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ ഈ വെള്ളാർമല അടക്കമുള്ള വില്ലേജ് കേന്ദ്രീകരിച്ച് ഈ പൊട്ടി വന്നിട്ടുള്ള ആ മേഖലകളിലെല്ലാം തന്നെ മണ്ണടിഞ്ഞു കിടക്കുന്ന ഈ പാറക്കൂട്ടങ്ങൾ കൂടിക്കിടക്കുന്ന ആ മേഖലകളിൽ ഇവ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് എന്തായാലും പോകുന്നത്. എന്തായാലും കർശന നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത്.